നമസ്കാരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലുണ്ടായ പത്രപരസ്യ വിവാദം രാഷ്ട്രീയ കേരളം മറന്നിരിക്കാനിടയില്ല. പരസ്യ പ്രചരണ ദിനത്തിലാണ് LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം രണ്ടു പത്രങ്ങളുടെ ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചു വന്നത്. സരിൻ തരംഗം എന്നായിരുന്നു ആദ്യ പകുതിയിൽ പരസ്യം. അതിന് താഴെ കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർക്കെതിരായ അതിരൂക്ഷമായ വിമർശനത്തോടു കൂടിയുള്ള പരസ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്വട്ടോറിയൽ എന്ന നിലയിലായിരുന്നു രണ്ട് പത്രങ്ങളിലെയും പരസ്യം. രണ്ടാമത്തെ പകുതിയിൽ സന്ദീപിനെതിരെ പറഞ്ഞിരുന്ന അദ്ദേഹം മുൻപ് നടത്തിയ പരാമർശങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മതസ്പർദ്ധ വളർത്താവുന്ന രീതിയിലുള്ള പരസ്യമായിരുന്നു നൽകിയത്. അതിനായിട്ട് CPIM തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ LDF തിരഞ്ഞെടുത്ത രണ്ട് പത്രങ്ങൾ, ആ പത്രങ്ങളും അതിൻ്റെ നിലപാടുകൾ കൊണ്ടൊക്കെ തന്നെ സവിശേഷമായ പ്രാധാന്യം അർഹിച്ചിരുന്നു. ഒന്ന് സുപ്രഭാതവും മറ്റൊന്ന് സിറാജുമായിരുന്നു. സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളുടെ മുഖപത്രങ്ങളാണ് ഇത് രണ്ടും. അങ്ങനെ ആ സമയത്ത് അത് വലിയ വിവാദമായിരുന്നു. അതിന് മറുപടിയുമായി അല്ലെങ്കിൽ പ്രതികരണവുമായി വന്ന MB രാജേഷ് ഉൾപ്പെടെയുള്ള പാലക്കാട് നിന്നുള്ള മന്ത്രിമാരായ CPIMന്റെ നേതാക്കളൊക്കെ തന്നെ അതിനെ വളരെ ശക്തമായ രീതിയിലാണ് അന്ന് ഡിഫെൻഡ് ചെയ്തത്. MB രാജേഷ് ആയിരുന്നു കൂടുതലും അതിനോട് പ്രതികരിച്ചത്. അന്ന് കോൺഗ്രസ് ഇത്തരത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു നിലപാടാണ് CPIMന്റെ അല്ലെങ്കിൽ LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന വിമർശനം ഉന്നയിച്ചപ്പോൾ MB രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിച്ചത്, ഇതൊക്കെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളല്ലേ, അത് ഞങ്ങൾക്ക് കൊടുത്താൽ എന്നാണ് പ്രശ്നം? പറയുന്നതിന് പ്രശ്നമില്ല, പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുന്നതിനാണോ പ്രശ്നം? മുൻപ് സന്ദീപ് വാര്യർ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനകളായിട്ട് കൊടുക്കുന്നതിൽ യാതൊരു അനൗചിത്യവുമില്ല, ഒരു തെറ്റുമില്ല, അതൊക്കെ വളരെ ശരിയാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള അനുമതിയും വാങ്ങിക്കൊണ്ടാണ് ഈ പരസ്യം നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ഈ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണം പത്രപരസ്യം കൊടുക്കുന്നതിന് തെരഞ്ഞെടുപ്പ് സമയത്ത്. അത്തരത്തിൽ അനുമതി വാങ്ങിയിരുന്നില്ല എന്ന വിവാദമായ സമയത്ത് ഉയർന്നു. എന്നാൽ അതിന് MB രാജേഷ് പറഞ്ഞ മറുപടി വളരെ ധാർഷ്ട്യത്തോടു കൂടിയായിരുന്നു. ഞങ്ങൾ അനുമതിയൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ UDF പോയി പരാതി കൊടുക്കട്ടെ, അതിന് ഞങ്ങൾ മറുപടി കൊടുത്തോളാം എന്ന തരത്തിൽ ഈ ചെയ്തതൊക്കെ അങ്ങേയറ്റത്തെ ശരിയാണ്, അതിനകത്ത് ആരും ചോദിക്കാൻ വരണ്ട, തെറ്റുണ്ടെന്ന് ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ മറുപടി കൊടുത്തോളാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന തരത്തിലുള്ള വളരെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയായിരുന്നു ഒരു മന്ത്രിയായ MB രാജേഷിന്റെയും AK ബാലന്റെയും ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്നുമൊക്കെ ഉണ്ടായത്. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ അവിടെ LDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റിനോടൊക്കെ ADM വിശദീകരണം ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ ചീഫ് ഇലക്ഷൻ ഏജന്റ് ADMന് നൽകിയ വിശദീകരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ രസകരമാണ്, വളരെ പരിഹാസ്യപരമായ നിലപാടാണ് ഈ CPM ഈ വിഷയത്തിൽ അല്ലെങ്കിൽ LDF ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. LDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നത്, ഈ പരസ്യവുമായിട്ടല്ലെങ്കിൽ ഈ സന്ദീപിനെതിരായ പരസ്യത്തിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. LDFന് ചില അഭ്യുദയകാംക്ഷികളാണ് ആ പരസ്യം കൊടുത്തത്. അതിൽ മതസ്പർദ്ധ വളർത്താനായിട്ട് LDF ഒന്നും ചെയ്തിട്ടില്ല. ഈ പരസ്യത്തിൽ സ്ഥാനാർത്ഥിക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെയുള്ള ഈ അരിയാഹാരം കഴിക്കുന്നവരെയൊക്കെ അല്ലെങ്കിൽ മലയാളികളെയൊക്കെ ഏതാണ്ട് പരിഹാസ്യരാക്കുന്ന അല്ലെങ്കിൽ അവരെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണമാണ് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആണ് കേരള ജനത പ്രതീക്ഷിച്ചത്. ഇതല്ല, ഇതിനപ്പുറത്തെ പരിപാടികളൊക്കെ തന്നെ LDFും CPM ഒക്കെ കാണിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്തായാലും കേരള ജനത ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയിലെ ഡയലോഗാണ്, എങ്ങനെ സാധിക്കുന്നതാവേ എന്നാണ്. ഇത്തരത്തിലുള്ള നാറിയ പണികളൊക്കെ കാണിച്ചു വെച്ചിട്ട് അതിനെ എങ്ങനെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞ് അതിന് തടിയൂരാൻ പറ്റുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശദീകരണം കൊടുത്ത് എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഇങ്ങനെയുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്ന ചോദ്യമാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്നും ഉയരുന്നത്. അന്ന് MB രാജേഷ് പറഞ്ഞത്, തങ്ങൾ ഈ രണ്ട് പത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ MB രാജേഷിന്റെ പ്രതികരണം, ഞങ്ങൾ 4 പത്രങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള 4 പത്രങ്ങളിൽ പരസ്യം കൊടുത്തിരുന്നു, അതിൽ 2 പത്രങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് പറയുന്നു, ഈ 2 പത്രങ്ങൾ മുസ്ലിം പത്രങ്ങളാണ് എന്ന ഒരു ചൂണ്ടിക്കാട്ടിയപ്പോൾ അത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ തന്നെ നിങ്ങൾ അങ്ങനെയാണോ കാണുന്നത്, മുസ്ലിം പത്രം എങ്ങനെ അതിനെ മുദ്ര കുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അതിനെ രോഷാകുലനാവുകയും മാധ്യമങ്ങളുടെ വരെ കയർക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് MB രാജേഷ്. അതിനെ എല്ലാ തരത്തിലും അദ്ദേഹം അംഗീകരിച്ച ഒരു കാര്യമായിരുന്നാൽ ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട്
തടിയൂരാനുള്ള നീക്കം അല്ലെങ്കിൽ ആരോ അഭ്യുദയകാംക്ഷികൾ, ഈ അഭ്യുദയകാംക്ഷി ആര് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. LDFന്റെ അഭ്യുദയകാംക്ഷികൾ, ഇത്തരത്തിൽ പരസ്യം കൊടുക്കാനുള്ള അഭ്യുദയകാംക്ഷികൾ ആര് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ രണ്ട് പത്രങ്ങൾ തിരഞ്ഞെടുത്തതിന് പറഞ്ഞ മറ്റൊരു വിചിത്രമായ കാര്യം, ആ പരസ്യത്തിന് ചെലവ് കുറവാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് പത്രങ്ങളിലും ഈ പരസ്യം കൊടുത്തത്. മറ്റു പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്താൽ വലിയ കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ രണ്ട് പത്രങ്ങളെ തിരഞ്ഞെടുത്തത് എന്നൊക്കെയുള്ള വളരെ പരിഹാസ്യമായ, സ്വയം അപഹാസ്യരാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അന്നൊക്കെ അവർ നടത്തിയത്. ഇന്ന് അതിന് വിശദീകരണം കൊടുക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്വയം ഈ കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ CPIM ഉം LDFും പരിഹാസ്യരാകുന്നു. അത് LDFന്റെ പേരിലാണ് ഇപ്പോൾ ഈ ADMന് ഈ വിചിത്ര ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത്. അന്ന് ഈ വിവാദമുണ്ടായപ്പോൾ CPI ഒക്കെ തന്നെ ഇതിനെ തള്ളി പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ LDFന്റെ പേരിൽ ഈ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത്. എന്താണ് രസകരമായ ഒരു കാര്യം, അതിനകത്ത് CPIയുടെ നിലപാട് എന്താകുമെന്നത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അവരുടെ നിലപാട് അവർക്ക് പറയേണ്ടി വരും. അവരും ഇതിനോട് അനുകൂലിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉയരുകയും ചെയ്യും.